ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തര കൊടുക്കുന്നവർ തിങ്കൾ എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെല്ലാം റമളാനിൽ ധാരാളം ദുആർക്കുന്നവർ തിങ്കളായിട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ദുആ അതൊരു മുഅ്മിനാ മനുഷ്യരുടെ ആയുധ. ദുആ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ദ്വാരക്കലായിട്ടിരിക്കുക. അള്ളാഹുരൊട്ടിക്ക് ദ്വാരക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയൊട്ടിക്ക് കൈവേർത്തി ദ്വാരക്കുമ്പോൾ അത് ഏത് ഭാഷയിലാവട്ടെ, ഏത് ദേശത്തിലാവട്ടെ, ഏത് ജാഗിലാവട്ടെ, ഏതൊരു മനുഷ്യനും അള്ളാഹുരൊട്ടിക്ക് ദ്വാരക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിക്ക് ഉത്തരം ചെയ്തതിൽ യാതൊരു സംശയമില്ല. ഒന്നിരിക്കലും അവന് കേട്ടത് കിട്ടും, അല്ലെങ്കിൽ ആ ദുആക്ക് ആഖിറത്തിൽ വലിയ കൂലി കിട്ടും, അല്ലെങ്കിൽ ആ ദുആത്തെ കാരണത്തിൽ പല മുസീബത്തും അള്ളാഹു തട്ടി ദൂരത്താക്കും. അതുകൊണ്ട് ദുആ വെറുതെ ആവില്ല. അദ്ദുആ ഹുവൽ ഇബാദ. ദുആ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അതുകൊണ്ട് ദ്വാരക്കുമ്പോൾ നമുക്ക് ഏതും ദ്വാരക്കാം, തപ്പല്ലാത്ത ഏതും ദ്വാരക്കാം. കുടുംബബന്ധം മുറിക്കറോ അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തതല്ലാത്ത ഏതും അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതും ദ്വാരക്കാം. ദുനിയാവുടെ വിഷയം കേൾക്കാം, ആഖിറത്തെ വിഷയം കേൾക്കാം. അതേ സമയത്ത് ദ്വാരക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് ചെന്തുന്ന കുറേ ദുആകളുണ്ട്. ഖുർആനിലുമുണ്ട്. ഖുർആനിൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തുന്ന ദുആ ഉണ്ട്. അല്ലാത്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാരുന്ന ഒരുപാട് ദുആകളുണ്ട്. ദ്വാരക്കൊന്നും ചെന്ന ദുആകളുണ്ട്. അത് യാറെ ഞങ്ങൾ പഠിച്ചിട്ട് അത് ദ്വാരനെങ്കിൽ യാറെ കൂലി കിട്ടും, യാറെ അതിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, ഫായ്ദകളുണ്ട്. കാരണം എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത്ര ബുദ്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത്ര ഇൽമോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചുട്ടുക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരുന്ന ദുആ, പരിശുദ്ധമായ ഖുർആനിൽ വന്ന ദുആ, അതിരക്കാന വലിയൊരു വിഷയങ്ങളുള്ള, അതിരക്കാന വലിയ അർത്ഥപൂർണമായ ഒരു ദുആ ഈ ലോകത്ത് വേറില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയൊട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, യാ ആയിഷ അലൈക ബിൽ ജവാമിഇ വൽ ഖവാമിൽ. ആയിഷ, നീ ദ്വാരക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ട ദുആ, എല്ലാ വിഷയം പരിപൂർണമായിട്ട് അർത്ഥപൂർണമായ ദുആ നീ ദ്വാരക്കണോ. ചെന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആവും പടിപാട്ടി കൊടുക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അത് ജവാമിഉൽ കലിം, എല്ലാത്തും ഉൾക്കൊണ്ടിട്ടുള്ള ദുആ, എല്ലാവണ്ണും ഒലകൊണ്ടുವಂತಹ ദുആ ചെല്ലരല്ല, എല്ലാത്തും ഉൾക്കൊണ്ട ദുആ. അതായിട്ട് പരിശുദ്ധമായ ദുആകൾ, ഹദീസിൽ വന്ന ദുആ, ആയത്തിൽ ഖുർആനിൽ വന്ന ദുആകൾ. അതുകൊണ്ട് അങ്ങനത്തെ ചില ദ്വാരകളെല്ലാം ഞങ്ങൾ പഠിച്ചു വെക്കണം. അതിനർത്ഥവും കൂടി മനസ്സിലാക്കിയിട്ട് ദ്വാരക്കുമ്പോൾ നമുക്ക് യാരത് ഉപകാരം കിട്ടും, യാരെ ബെനിഫിറ്റ് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റമളാൻ ആയതുകൊണ്ടിട്ടു റമളാനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാരെ ദ്വാരനട്ടിക്കോണു ചെന്ന ഒരു ചെറിയൊരു ദ്വാ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ദീർഘമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല ഒരു ഹദീസുണ്ട്. റമളാൻ്റെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ വിഷയങ്ങൾ ചെന്നിട്ട് അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല് വസ്തഗ്ഫിറൂ, നിങ്ങൾ യാറാക്കണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, യാറാക്കണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ, 4 വിഷയങ്ങൾ നിങ്ങൾ ജാസ്തിയാക്കണു റമളാനിൽ. യാരെ കേട്ടോണ്ടിരിക്കണോ അതെന്തോ ഹസ്രത്തൈനി തുർലൂന ബിഹിമ റബ്ബക്കും. അതിൽ 2 അള്ളാഹു തൃപ്തിയുള്ളോ, അള്ളാഹുടെ പൊരുത്ത കിട്ടുമോ, 2 ദ്വാകളായിട്ട്, 2 കാര്യങ്ങളായിട്ട്. ഒരു ദ്വായിൽ 4 വിഷയങ്ങളുണ്ട്. അതിൽ 2 അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടുമോ. അള്ളാഹുടെ തൃപ്തി ഒരാൾക്ക് കിട്ടിയെങ്കിൽ പിന്നെ വേറെന്ത് വേണ്ടാവും. അള്ളാഹുടെ പൊരുത്ത ഒരാളെ കിട്ടിയെങ്കിൽ വേറെന്ത് വേണ്ടല്ലേ. അള്ളാഹുടെ തൃപ്തികോസ്കരമായിട്ട് കിട്ടുന്ന ഈ ദുനിയാവിൽ ജീവിக்கிறോ. ഞങ്ങളെല്ലാ ജീവന, ഞങ്ങളെല്ലാ ഇബാദത്ത്, ഇന്ന സ്വലാത്തി വനുസുക്കി
ഒമഹിയായ ഒമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ನಂಗೆ ವಜ್ಜಹತ್ತು ಹೋದ್ರಮೆ ಕೈಗೆಟ್ಟಿ ಬರ್ತಗೆ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಆಕಡೋರ ಪ್ರತಿಜ್ಞೆ ಅಂದರು ಇನ್ನ ಸೊಲಾತಿ ಒನುಸುಕಿ ಒಮಹಿಯಾಯ ಒಮಮಾತಿ ಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ನನ್ನ ಜೀವಿತ, ನನ್ನ ಮರಣ, ನನ್ನ നിസ്കാര, ನನ್ನ ಎಲ್ಲ ഇബാദത്തും എല്ലാം അള്ളാഹുടെ പൊരുത്തത്തിക്ക് വേനായിട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കിട്ടി അവൻ വിജയിച്ച അള്ളാഹുടെ പൊരുത്തം കിട്ടുക വേനായിട്ട് രണ്ട് കാര്യം നിങ്ങൾ യാരെ ചെന്നോട്ടിക്കുന്നു പരിശുദ്ധ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അതെന്തോ ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാരി സുലാഭത്തൊരു പളക്കാം. ഞങ്ങളെല്ലാവരും ഒരു പ്രതിജ്ഞ ആയിട്ടിക്കട്, ಮೂಲಭೂತ ಸಿದ್ಧಾಂತ ಆಯ್ತಿಗಳು. ಅಷ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್, ಅಷ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್. ಅರ್ಥಂದ್ರೋ ಅಷ್ಹದು ನಾನು ಮನಸ್ಸಲ್ಲಿ ಉറപ്പിച്ചിട്ട് നാവിൽ വ്യക്തമാക്കിയിട്ട് ചെല്ലാൻ. അതിനർത്ഥം ഞാൻ സാക്ഷി എന്നെങ്കിൽ നാം മനസ്സിൽ ഉറപ്പിച്ചിട്ട് മനസ്സിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് നാവിൽ വ്യക്തമാക്കിയിട്ട് നാം ചെല്ല അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹും ഒരു ആരാധ്യ ദൈവനും ഇല്ല. ഒരു ആരാധ്യനായ ഒരാളും ഒരു വസ്തുവും ഒരു സാമനും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്ര ആരാധ്യനായിട്ട് ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്ര ചെല്ലോ. ആ ഒരു സിദ്ധാന്ത അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് വ്യക്തമാക്കി ചെല്ലാണ്ട് വലിയൊരു പവറുള്ളൊരു പലകാട്ടിക്കിട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല ഹദീസ്, ആ ഹദീസ് ഓതില്ല, ക്ലാസ് ലോങ്കാ ഉണ്ടാ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല് നാലാഖിറത്തിലൊരു മനുഷ്യ വേണ്ട അവൻ്റെ 90 അമലുകളും അവൻ്റെ വലിയ കിതാബ് എഴുതിയ മലായിക്കത്ത് എഴുതിയ കിതാബിടെ കാട്ടിയിട്ട് ഇതിലെന്തെങ്കിലും ഒന്ന് നിനക്ക് നിരാകരിക്കുക നിഷേധിക്കുക ഉണ്ടാണ്. ഇല്ല അല്ല, എന്തു നിഷേധിക്കുകയില്ല. എല്ലാ അള്ളാഹുടെ മലായിക്കത്ത് എന്തെങ്കിലും അതിൽ അക്രമമായിട്ട് എഴുതിയത് നിനക്ക് വിശ്വാസം ഉണ്ടാ? അതും ഇല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് സമ്മതിപ്പിച്ചിട്ട് ഇതിനെ നോക്കുമ്പോൾ മനുഷ്യർക്ക് ടെൻഷനാവും. അവനാക്കിയ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന് ലാസ്റ്റ് പിന്നെ മീസാൻ്റെ മുട്ട തൂക്കി നോക്കി പോകുമ്പോൾ ആ റസൂലുള്ളാഹി അള്ളാഹ് ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ചെറിയൊരു ചീട്ട്, ചെറിയൊരു കടലാസ് എഴുതിയതൊന്നു അതൊന്ന് എടുക്കരുത്. അതെടുത്തിട്ട് അത് ഒരു തട്ടിൽ വയ്ക്കരുത്. ഈ എല്ലാ ആക്കിയ ദോഷങ്ങൾ വേറൊരു തട്ടിൽ വയ്ക്കുമ്പോൾ ഈ തട്ടിലുള്ളതായിട്ട് ഇവിടെ യാരെ തൂങ്ങടോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്. അതേത് ആ തട്ടിലുള്ള ചെറിയ കടലാസ്? അത് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമ. അത് നിങ്ങൾ റമളാനിൽ ജാസ്തിയാക്കണു എന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്. അതേപോലെ രണ്ടാമത്തെ അസ്തഗ്ഫിറുല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ. അള്ളാഹുവെ നിൻ്റൊട്ടിക്ക് ഞാൻ പൊറുക്കലിനെ കേൾക്കടാൻ. ആ അർത്ഥമുണ്ടോ? ആ ഒരു ദിക്ർ, ആ ഒരു ദുആ അത് ഖണ്ഡിതമായിട്ടും അത് പൊറുക്കലിനെ തേടുക മാത്രം സീമിതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് മൻ ലസിമ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാർ എപ്പോഴും നിത്യാക്കിയെങ്കിൽ എപ്പോഴും ചെന്നുകൊണ്ടിരുന്നെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലത് ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ കുടുസ്, എല്ലാ ഇടുക്കത്തെ തൊട്ട് എല്ലാ കുടുസിനെ തൊട്ട് അല്ലാഹു തആല അവനക്ക് പുറത്ത് പുറകുള്ള തീറുകാട്ടാൻ. എല്ലാ പിന്നെ കുടുക്കറെ തൊട്ട് അല്ലാഹു തആല അവൻ്റെ പുറത്ത് കൊണ്ട. ഓമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനെ തൊട്ട് അല്ലാഹു തആല അവനക്കൊരു പരിഹാരം കൊടുക്കുക. വറസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു അവനക്ക് റിസ്ക് കൊടുക്കുക. എന്നിട്ട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വത്തെ ಬಗ್ಗೆ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അസ്തഗ്ഫിറുല്ലാഹ്. അതേപോലെ മൂന്നാമത്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചവനെ നിൻ്റൊട്ടിക്ക് ഞാൻ സ്വർഗ്ഗം കേൾക്കിടാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി വഅമ്മല്ലതാനി ലാ ഗിനാഅ ബികും അൻഹുമാ, ജണ്ട് കാര്യം അള്ളാഹുടെ തൃപ്തി കിട്ടുമോ. പിന്നത്തെ ജണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാണ്ട് പിന്നെ ദഹിക്കവും സാധ്യമേ അല്ല. അള്ളാഹുടെ കേട്ടോണ്ടേക്കണം. അതെന്തോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചവനെ നിൻ്റൊട്ടിക്ക് ഞാൻ സ്വർഗ്ഗം കേൾക്കിടാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരാൾ 3 വട്ടം സ്വർഗ്ഗം കേട്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൊടുക്കറ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാ സഅല റജുൽ മുസ്ലിമുൻ അൽ ജന്നത തലാസൻ ഇല്ലാ ഖാലത്തിൽ ജന്ന, ഒരാൾ 3 വട്ടം അള്ളാഹുരുടെ സ്വർഗ്ഗം കേട്ടെങ്കിൽ സ്വർഗ്ഗമേ ചെല്ല് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, പടച്ചവനെ അവൻ്റെ നീ സ്വർഗ്ഗത്ത് കടത്തും. സ്വർഗ്ഗമേ അള്ളാഹുരുടെ ദ്വാരക്ക് ചെല്ലും. അതേപോലെ നാലാമത്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, നരകത്തെ തൊട്ട് നിന്നിട്ട് ഞാൻ കാവൽ കേൾക്കട റബ്ബേ. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലസ്തജാറ റജുലുൻ മുസ്ലിമുൻ അല്ലാഹ മിനൻ നാരി സലാസൻ ഇല്ലാ ഖാലത്തിൻ നാർ അല്ലാഹുമ്മ അജ്റുഹു മിന്നി, 3 വട്ടം ഒരാൾ അല്ലാഹുമ്മ പിന്നെ നരകത്തെ തൊട്ട് കാവൽ കേട്ടെങ്കിൽ ആ മനുഷ്യ
ആ മനുഷ്യരുടെ ಬಗ್ಗೆ നരകമേ ചൊല്ല്, അല്ലാഹുമാജിറുഹു മിന്നി, പടച്ചവനെ അവൻ്റെ നൻ്റെ തൊട്ട് നീ കാക്കണം റബ്ബേ, നരകത്തെ ശിക്ഷനെ തൊട്ട് നീ കാക്കി എന്നിട്ട് നരകമേ ചൊല്ല്. അപ്പം ഈ ദുആ എല്ലാ മുസ്ലിമീങ്ങളും റമദാനിൽ ജാസ്തിയാക്കണം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഞങ്ങൾ സാധാരണ എല്ലാ നിസ്കാരത്തിൽ പിന്നെ 3 വട്ടം ചൊല്ലു. കാരണം 3 വട്ടം ചെന്നെങ്കിൽ സ്വർഗമേ ചൊല്ല് പടച്ചവനെ നൻ്റെ പൊട്ടക്കടത്ത്, നരകമേ ചൊല്ല് പടച്ചവനെ നൻ്റെ തൊട്ട് നീ അവൻ്റെ കാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പടിപ്പാട്ടി തന്നോ ഒരു പ്രത്യേകമായ 4 കാര്യങ്ങൾ ഞങ്ങൾ റമദാനിൽ അധികരിപ്പിക്കുമെന്ന് നോക്കണു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.